ശരിയായ ഒരു ചോദ്യം ചോദിക്കാതെ ശരിയായ ഉത്തരം നമ്മൾ എങ്ങനെ പറയും? ചോദ്യം ശരിയായിരിക്കും. സത്യത്തില് ചോദ്യത്തിനല്ല ഉത്തരം കൊടുക്കാറുള്ളത്, ചോദ്യകർത്താവിനാണ്. താൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്റെ ചോദ്യത്തിൽ തന്റെ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് കണ്ടിട്ട് അതിനാ ഉത്തരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉത്തരങ്ങൾ ഒന്നായിരിക്കണമെന്നില്ല. പലപ്പോഴും ചില പരസ്പര വിരുദ്ധങ്ങൾ പോലും ആയിത്തീരാം ഉത്തരം. കാരണം ചോദ്യകർത്താവിന്റെ മനസ്സെന്താന്ന് കണ്ടിട്ടാണ് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് വീണ്ടും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടണം. അതൊക്കെ ഇന്റലക്ച്വാലിറ്റിയാണ്. ഇന്റലക്ച്വാലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി? നമ്മൾ പഠിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്ന സംഗതികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്കിഷ് നോളജ് അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തലാണ്. ഇന്റലിജൻസ് അതല്ല. അത് ശുദ്ധമായ അതിന്റെ ദൃഷ്ടിയോടുകൂടി അതിനെ കാണുക, ആ ചോദ്യകർത്താവിന്റെ മനസ്സിനെ കണ്ടിട്ട് അയാൾക്ക് വേണ്ട ഉത്തരവ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ടാണ് പ്രയോജനപ്പെടാത്തത്. നിനക്ക് വേണ്ട പ്രശ്നത്തിന്റെ പരിഹാരം നീ കണ്ടെത്താൻ ശ്രമിക്കണം. അത് പരിഹാരത്തിന് വേണ്ടിയല്ല, വെറുതെ ചുമ്മാ ചോദിക്കാനല്ല, അറിയുവാൻ വേണ്ടി ചോദിക്കണം. അല്ലേ? തർക്കിക്കാൻ വേണ്ടിയല്ല, അനുഭവിക്കാൻ വേണ്ടി, അനുഭൂതിയിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടി. അതിനായിരിക്കണം ചോദ്യം. അങ്ങനെ ശുദ്ധമായ ചോദ്യം ചോദിച്ചാൽ ശുദ്ധമായ ഉത്തരം എവിടെ നിന്നും കിട്ടും. അതുകൊണ്ട് നല്ലൊരു ചോദ്യകർത്താവായി മാറുക. അങ്ങയുടെ സാന്നിധ്യത്തിൽ ചോദ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നത് പോലെ തോന്നുന്നത് എന്തായിരിക്കാം? കാരണം ചോദ്യം ചോദിക്കുന്നതൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വരും. പക്ഷേ ഇവിടെ വരുമ്പോ ആനന്ദം അനുഭവിക്കുന്നില്ലേ? ഈ ചോദ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന എവിടെയാണ്? അത് കൺഫ്യൂഷൻ എന്നല്ലേ നമുക്ക് ചോദ്യം ഉണ്ടാവും. ആനന്ദം വരുമ്പോ മനസ്സിൽ പരിഹാരം എത്തിപ്പെടുന്നില്ലേ? സന്തോഷമായില്ലേ? പിന്നെ എന്ത് ചോദിക്കാനാണ്? അതുകൊണ്ട് ചോദ്യങ്ങൾ അപ്രതീക്ഷിതമാകുന്നത് അതുകൊണ്ടാണ്. അതെന്റെ കുറ്റമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വല്ലതും ചോദിക്കണേ എഴുതി വെച്ചോണ്ട് പോവാ. ഞാൻ പലപ്പോഴും എന്റെ ഗുരുവിന്റെ അടുത്ത് എഴുതി വെച്ചോണ്ട് പോകും ചോദിക്കാൻ. കാരണം ഗുരുവിന്റെ അടുത്ത് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മറന്നു പോകും. എന്നാ എഴുതി വെച്ചോണ്ട് പോവാന്ന് വെച്ചു. ഈ മിക്കവാറും പോക്കറ്റിലേക്കും പേപ്പർ ഞാൻ മറന്നു പോകും ചോദിക്കാനുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. ഇതിനൊക്കെ നമുക്ക് അനുഭവം ഉള്ളതാണ്. ഗുരുജി, ചോദ്യങ്ങൾ എഴുതി വെച്ച് അത് പിന്നീട് ചോദിക്കുമ്പോൾ യാന്ത്രികമാകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ മനസ്സിന് ചോദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു ചോദ്യം എന്റെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. അപ്പൊ ഒരു മനസ്ഥിതി ആയിരിക്കും എനിക്ക്. ഇനി ഞാനത് എഴുതി വെച്ചു. അടുത്തവണ ചോദിക്കാൻ വരുമ്പോ അതേ മാനസികാവസ്ഥ ആയിരിക്കണം എന്നില്ലല്ലോ, ആവുകയില്ല. അപ്പൊ ആ ചോദ്യം വെറും ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആയി പോകും. അതിന്റെ ഉത്തരവും യാന്ത്രികമാവും. അതുകൊണ്ട് സത്യസന്ധമായ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടും ശരിയാ ഇന്റലക്ച്വൽ ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ നിങ്ങളുടെ ഇന്റലിജൻസിനെ, ബുദ്ധി അത് ഉണർത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ നേരിട്ടാവട്ടെ ചോദ്യങ്ങൾ ഉത്തരം.